പ്രിയപ്പെട്ടവരെ, ആവേശം അതിന്റെ പരകോടിയിലേക്ക് പോവുകയാണ്. വാനോളം ആവേശം ഉയരുകയാണ്. ഓരോ മിനിറ്റും ഓരോ മണിക്കൂർ പോലെയാണ് എണ്ണി തീർക്കുന്നത്. എത്രയും പെട്ടെന്ന് 12:30 ഒന്ന് വാച്ചിലടിച്ചാൽ, നമ്മുടെ ഫോണിലടിച്ചാൽ, ആ ബെല്ലൊന്നടിച്ചാൽ തുടങ്ങാം ആ മത്സരം, എന്നിട്ടൊരു കപ്പ് ഉയർത്താൻ. പിന്നെ അന്തു നമ്മൾ ഈ പറയുന്ന പോലെ ആവേശമൊക്കെ ഒരു സൈലൻസിലേക്ക് പോകും അല്ലേ, ആദ്യ കുറച്ച് നിമിഷം. അതെ. പിന്നെ നമ്മുടെ എന്താണ് ആ മൊമെന്റിനെ നമ്മൾ പറയുക? ആ മൊമെന്റിനെ പറയുക കഴിഞ്ഞ കേപ്പ് വെർദെയുമായുള്ളൊരു മത്സരം, ഈജിപ്തുമായുള്ളൊരു മത്സരം, സ്വിറ്റ്സർലൻഡുമായിട്ടുള്ളൊരു മത്സരം, അതോടൊപ്പം ഇംഗ്ലണ്ടുമായിട്ടുള്ളൊരു മത്സരം. ഈ മത്സരങ്ങളിലെല്ലാം സംഭവിച്ചതുപോലെ എതിർ ടീം ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആവേശം അങ്ങ് ഉയരും. തീർച്ചയായും കഴിഞ്ഞ ലോകകപ്പ് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. 2022 എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തം ഏതാണെന്ന് ചോദിച്ചാൽ ആ ലുസൈൽ സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ട് മെസ്സി കപ്പ് ഉയർത്തുന്ന അത് ഇതുപോലൊരു ലോകകപ്പിന്റെ ഫൈനൽ മത്സരം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല കടുത്ത മത്സരവുമായിരുന്നു. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് 2022 നടന്ന മത്സരം ഒരു കോരി തരിപ്പിക്കുന്നതാണെന്ന്. പക്ഷെ ഞാൻ പറയുന്നു ഇക്കുറി അതിലും വലുതാണ് കാണാനിരിക്കുന്നത്. അതിലും വലിയൊരു മത്സരം തന്നെ ആയിരിക്കാം സംഭവിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും അന്ന് മെസ്സി ആ ഒരു കിരീടം ഉയർത്തുന്നത് നേരിട്ട് കണ്ടു. ഇത്തവണ വീണ്ടും ആ കിരീടം ഉയർത്തുന്ന ടിവിയിലിരുന്ന് കാണണം. അതാണ് അഭിജിത്ത് മുഴക്കുന്ന കാത്തിരിക്കുകയാണ് കോഴിക്കോട്. കോഴിക്കോട് ആരാധകർ എന്ത് പറയുന്നു എന്ന് നമുക്കറിയണം. അഭിജിത്ത്, ഈ ലോകകപ്പ് തുടങ്ങിയപ്പോൾ മുതൽ അത് ഈ വലിയ കളിയിലേക്കൊന്നും എത്തേണ്ടി വന്നില്ല. അന്ന് ചെറുതു മുതൽ നമ്മൾ കാണുന്നതാണ് മലബാറിലെ ഓളം എന്താണെന്ന്. ഫുട്ബോൾ അങ്ങ് നെഞ്ചിലേറ്റുകയാണ്. മലബാറിൽ ചെന്ന് കഴിഞ്ഞ് ചോദിച്ചാൽ ഒരൊറ്റ മതമേ അവർക്കുള്ളൂ, അത് ഫുട്ബോളായിരിക്കും. ഒരു ഭാഷയേ ഉള്ളൂ, ഒരു വേഷമേ ഉള്ളൂ. വേഷം എന്ന് പറയുമ്പോൾ പല ടീമുകൾക്ക് പല വേഷമാണെങ്കിലും ഉണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, അഭിജിത്ത് ജേഴ്സി ഒന്നും ഇട്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് കൂടി പറയേണ്ടി വരും. അഭിജിത്ത് അർജന്റീനയുടെ കടുത്ത ആരാധകനാണെന്ന് മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ മാറ്റി പറയും. നോക്കാം. അഭിജിത്ത് പറഞ്ഞോളൂ. ജോത്സ്യനാണോ? ഞാൻ അർജന്റീന ആരാധകനാണ്. ജേഴ്സി തൽക്കാലം കിട്ടാത്തതുകൊണ്ട് ഇടാത്തതാണ്. പക്ഷെ നമ്മളെ നെഞ്ചിലും ഹൃദയത്തിലും ഒക്കെ അർജന്റീനയാണ്. അർജന്റീനയുടെ വിജയം കാണാൻ വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ഈ ചോദിച്ചതുപോലെ തന്നെ ഈ മലബാറിന്റെ ഫുട്ബോൾ ആവേശം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ദൃശ്യങ്ങൾ തന്നെ അത് സംസാരിക്കുന്നു തോന്നുന്നു. 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഇതാ കുറ്റിച്ചിറയിൽ കൂടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷിഹാസ്, റോഷ്നി, അർജന്റീന ആരാധകർ തന്നെയാണ് ഏറ്റവും കൂടുതൽ. അവരുടെ പ്രതികരണങ്ങളിലെ കൂടി എന്താ ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. വേൾഡ് കപ്പ് നമ്മൾ ഉറപ്പല്ലേ? എന്തില്ല, എന്താ ഒരു നെഞ്ചടിപ്പുണ്ടോ? അർജന്റീന ഫാനാണ്. ഉറപ്പ് ഡൗട്ടൊന്നുമില്ല. പിന്നെ സ്പെയിനിന് ഒരു പേടിയില്ല. ഇവിടെ ഒരു മെസ്സി ഉണ്ട്. ഇതേ ഷിയാസെ, ഇവിടെ ഒരു മെസ്സിനെ കാണാം. മെസ്സിയും കൂടി കളി കാണാൻ വന്നിട്ടുണ്ടോ? ഹലോ മെസ്സി, സംസാരിക്കോ? സംസാരിക്കും. കേൾക്കുന്നുണ്ടോ? ഇന്നെന്താ ഒരു പ്രതീക്ഷ? എന്താ മെസ്സി എത്ര ഗോൾ അടിക്കുന്നു? മെസ്സി ഹാട്രിക് അടിക്കും. വേൾഡ് ഓഫ് ദ സെഞ്ചുറി ആവും മെസ്സി. അയ്യോ, സൂപ്പർ ബാലൻഡോർ കിട്ടും ചെയ്യും. നാളെ ഇവിടെ ഒരു സ്റ്റാറും വരും. ഈ യമാലിനെ കുറച്ചൊന്ന് പേടിക്കണ്ടേ സ്പെയിനെ? കുളിപ്പിച്ച ആളാണ് മെസ്സി. കുളിപ്പിച്ച ആളാണ്. അതുകൊണ്ട് ഈ കളിയിലും കുളിപ്പിച്ച് കിടത്തു ആണോ? അപ്പൊ പേടിയില്ല സ്പെയിന്? ഇതാരാ സ്പെയിൻ ആരാധകനാണ്? ഇവിടെ സ്പെയിൻ ആരുമില്ലേ? സ്പെയിൻ ആരാധകരാരുമില്ലേ? ഇല്ലേ? നമുക്ക് വേറൊരു കാഴ്ചയാണ്. ഇവിടെ കൂട്ടത്തിലൊരു ബ്രസീൽ ആരാധകനുണ്ട്. ഹലോ, ബ്രസീൽ ആരാധകനാണ്. അതെ തോന്നുന്നു പുറത്തില് റൊണാൾഡീഞ്ഞോന്റെ പേരൊക്കെ ജേഴ്സി ഒക്കെ ഇട്ട് വന്നാൽ. അതെ. ഇന്നിപ്പോ ആർക്കാ നിങ്ങളുടെ സപ്പോർട്ട്? സോറി, ഇന്ന് ആർക്കാ സപ്പോർട്ട്? ഇന്ന് സ്പെയിന്. എന്താ അത് ഉറപ്പല്ലേ? അർജന്റീന തോക്കും, സ്പെയിനിന്ന് കപ്പടിക്കും. സാധാരണ ഈ ബ്രസീൽ ഫാൻസുകാരൊക്കെ സ്പെയിനിന്റെ ജേഴ്സി ഇട്ടാ വന്നേ. ഇതെന്താ ഇപ്പം ബ്രസീലിന്റെ ജേഴ്സി? അത് നമ്മൾ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ അടുത്ത കൊല്ലം 30 ഇട്ടാൻ കഴിയുള്ളൂ. അതിനെ കൊണ്ട് പെട്ട് വന്ന പല സ്പെയിൻ ഫാൻസുകാരുടെ ഒക്കെ അടിയിലെ ബ്രസീലിന്റെ ജേഴ്സിയാ. അതുപോലെ മുകളിൽ എന്താ ഇട്ട് വരാൻ? അതില്ല, അങ്ങനെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. കുറച്ച് സങ്കടം ഉണ്ടായ തോറ്റു? ഒരു സങ്കടമില്ല. അതില് സങ്കടമില്ല. അർജന്റീന ഫൈനലിൽ എത്തിയതിന്റെ ഒരു സങ്കടം ഒരിക്കലും ഇല്ല. ഇവിടെ തോക്കാളല്ലേ, തോക്കാൻ പോകണല്ലോ. അപ്പൊ ഇന്ന് മെസ്സി ഗോളൊന്നും അടിക്കില്ലേ? അടിക്കാതൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല, അടിക്കും. പക്ഷെ തോക്കാളാണ്. അതാണിപ്പം. അത് ശരി. ഇവിടെ അർജന്റീന തോക്കാൻ വേണ്ടി മനസ്സൊരുക്കി അർജന്റീന ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അർജന്റീന തോക്കാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. നമ്മൾ അതിനെക്കാട്ടി പ്രാർത്ഥിച്ചിരിക്കണ അറിയോ? വാമോസ് അർജന്റീന ജയിക്കണമെന്ന്. ചേട്ടനേതാ? അർജന്റീന. എന്താ ഇന്നത്തെ ഒരു കളി എങ്ങനെ കാണുന്നു?
കപ്പ് മെസ്സി. ചെറിയൊരു ടെൻഷൻ അർജന്റീനക്കുള്ള ഒരു ടെൻഷൻ, ചേട്ടന്റെ മുഖത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഒരു ടെൻഷനും ഇല്ല. ഈ പ്രാവശ്യം അർജന്റീന തന്നെ കപ്പടിക്കും. ഒരു സംശയം ഒരു സംശയമില്ല. വേറെ ആരാ? ഇതാ അർജന്റീന 2 സ്റ്റാറുള്ളൂ. ഒന്നെ ഇന്നത്തെ കളി അർജന്റീന അല്ലെങ്കിൽ നമ്മളെ സ്പെയിന്. ശരിക്കും ഏത് സാധനം? അർജന്റീന അല്ല, ഒരു ജേഴ്സി കിട്ടിയപ്പെട്ടു വന്നേണോ? അല്ല ഇത് വീട്ടില് കണ്ടപ്പെട്ടതല്ല, ഇത് എന്റെ തന്നെ. അർജന്റീന എന്താ? അഭിജിത്ത്, അപ്പോൾ അർജന്റീനയും സ്പെയിനെയും ഒക്കെ സ്നേഹിക്കുന്ന ആരാധകരുണ്ട്. പക്ഷേ ഈ അർജന്റീന ഫാൻസും ഈ ബ്രസീൽ പോർച്ചുഗൽ ഫാൻസും ഒക്കെ തമ്മിലൊരു വ്യത്യാസമുണ്ട്. അർജന്റീന ഫാൻസ് എന്നും അർജന്റീന ഫാൻസ് ആയിരിക്കും. പക്ഷേ ബ്രസീൽ പോർച്ചുഗൽ ഫാൻസ് ഒക്കെ തരാതരം പോലെ അവർ സാമ്പാർ അവിയൽ മുന്നണിയുടെ കൂടെ കൂടി. നിലവിൽ അവർ സ്പെയിൻ ഫാൻസ്. കഴിഞ്ഞ സെമിയിൽ അവർ ഇംഗ്ലണ്ട് ഫാൻസ് ആയിരുന്നു. അതിനു മുമ്പ് അവർ സ്വിറ്റ്സർലൻഡ് ഫാൻസ് ആയിരുന്നു. അതിനു മുമ്പ് അവർ ഈജിപ്തും കോവെവർദയും എല്ലാം അവർ ആരാധിച്ചു. അങ്ങനെ അർജന്റീനക്കാർ എന്നും ഇതേ ഈ ജേഴ്സി. ഇവിടെയും ഇപ്പോൾ പല ബ്രസീൽ പോർച്ചുഗൽ ഫാൻസ് എല്ലാം ഇപ്പോൾ സ്പെയിന്റെ ആരാധകരായി മാറിയിട്ടുണ്ട്. ഇവർക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല.